ഗണിതക്കാരും ചില കാണാക്കാര്യങ്ങൾ പറയുന്നതും അതൊത്തുവരുന്നതുമെന്ന് സംശയിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടി ശ്രദ്ധേയമാകേണ്ടതാണ്. ഒരിക്കലും അവരുടെ പിന്നാലെ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനവും ഈ കാര്യങ്ങൾ പറഞ്ഞത് പഠിപ്പിച്ചത്. ഒരിക്കലും ജ്യോത്സ്യനടിക്കൽ പോകരുത്, കണിയാന്റെ അടുക്കൽ പോകരുത്, ഈ മശിതൊട്ടക്കാരുടെ അടുക്കൽ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മന്ത്രവാദികളുടെ പിന്നാലെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നശിക്കും, സംശയമില്ല, നശിപ്പിക്കും, സംശയമില്ല. മന്ത്രവാദികളുടെ പിന്നാലെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ജനതയെ നശിപ്പിക്കും, ജ്യോത്സ്യന്മാർ നശിപ്പിക്കും. എത്രത്തോളം ഇന്നും അതിന് സാക്ഷികൾ, തെളിവുകൾ ഒരുപാട് മാധ്യമങ്ങളിൽ അടുത്ത സമയത്ത് വന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ അച്ഛൻ നിലത്തടിച്ചു കൊന്നു. ആലപ്പുഴ പുന്നപ്ര സ്വദേശി മധുവാണ് സ്വന്തം മകനെ ദാരുണമായി കൊല ചെയ്തത്. ഒരു ജ്യോത്സ്യന്റെ ഉപദേശപ്രകാരമാണ് ഇയാൾ കൊല നടത്തിയത്. അമ്മ സ്മിതയ്ക്ക് ദുഃഖം താങ്ങാനാവുന്നില്ല. അമ്മയെന്നുള്ള വിളി കേൾക്കുന്നതിന് മുമ്പേ ഭർത്താവ് കടിഞ്ഞൂൽപുത്രനെ കൊലപ്പെടുത്തി. സ്മിതയുടെ കുഞ്ഞുവാവ ജനിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. മുൻവശത്ത് വലിപ്പം കൂടിയ 2 പല്ലുകളുമായാണ് അഖിൽ ദേവ് ജനിച്ചത്. കുഞ്ഞ് ജനിച്ച സമയം മോശമാണെന്നും കുഞ്ഞു വളർന്നാൽ അച്ഛൻ ആപത്തുണ്ടാകുമെന്നൊക്കെ ഒരു ജ്യോത്സ്യൻ മധുവിനോട് പറഞ്ഞു. ഈ അന്ധവിശ്വാസം കാരണമാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്. കുഞ്ഞിനെ തല ഇവിടം കൊണ്ട് ഇങ്ങനെ 2 സൈഡും കൊണ്ട് വീർത്തിരിക്കുന്നു, ഇവിടെ ഒട്ടിയിരിക്കും. അതാണ് നടന്ന് കുഞ്ഞ് മിണ്ടുന്നില്ല. കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് വന്ന മലം മാത്രമായിരുന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാലിൽ പിടിച്ച് നിലത്തടിച്ചാണ് കൊന്നതെന്ന് പ്രതി സമ്മതിച്ചതായി കേസ് അന്വേഷിച്ച പുന്നപ്ര എസ്ഐ MK രാജേഷ് പറഞ്ഞു. കുട്ടി അച്ഛന് ദോഷമാണെന്നൊക്കെ ഉള്ള ഒരു ധാരണയാണ് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസം കുറവ്, മദ്യപാനം, ഇതൊക്കെ വന്നപ്പോൾ അന്ധവിശ്വാസം, പിന്നെ നാട്ടുകാരിലാണ് ഇതറിഞ്ഞിട്ടുള്ള കളിയാക്കല്, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടിയോടൊരു വൈരാഗ്യം ഉണ്ടായി. അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത പോലീസ് ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് മധുവിനെ ചോദ്യം ചെയ്തത്. തുടർന്നാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഇതാണ് ജ്യോത്സ്യനെ സമീപിച്ച ആളുടെ അവസ്ഥ. അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം മകനെ നിലത്തടിച്ചു കൊല്ലാനും തയ്യാറാകുന്ന ഈ ഒരു ദുരവസ്ഥ കേരള സമൂഹത്തിലുണ്ടായിരുന്നു. ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന അവസ്ഥ, എന്തിനും ഏതിനും ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകുന്ന അവസ്ഥ. മുജാഹിദുകൾ അവരെ രക്ഷിച്ചവരാണ്, സംശയമില്ല, രക്ഷിച്ചവരാണ്, സംശയമില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ, ജ്യോത്സ്യന്മാരെ കുറിച്ച് വന്ന കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജ്യോത്സ്യന്മാരിൽ നിന്ന് ആളുകളെ അകറ്റി അങ്ങോട്ട് പോകാൻ പാടില്ല. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ എന്നിട്ട് അയാളോട് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ അവൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചവനാണ് എന്ന ഹദീസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് തങ്ങന്മാരുടെ, കടിയാന്മാരുടെ, ബീവിമാരുടെ, ജ്യോത്സ്യന്മാരുടെ, പക്ഷിനോട്ടക്കാരെ അടുക്കൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ ഇത് മനസ്സിലാക്കുമ്പോൾ അതിന് മറുഭാഗം കൂടെ മനസ്സിലാക്കണം. എന്നാൽ ചില ആളുകൾ അവർ രംഗത്ത് വന്നു, മുജാഹിദുകൾക്കിടയിൽ തന്നെ കയറി വന്നു. മുജാഹിദുകൾക്കിടയിൽ തന്നെ